ഒരു 5 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കാഴ്ചയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ച്വൽ നോളജിനേക്കാൾ കൂടുതൽ നമുക്കൊരു ലോജിക്കൽ തിങ്കിങ്ങിന്റെ ഒരു റിക്വയർമെന്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വിയറ്റ്നാം ഹാസ് ബീൻ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ഇൻ ദ വേൾഡ് ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. വിയറ്റ്നാം ഈസ് ലെഡ് ബൈ മൾട്ടി പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം. വിയറ്റ്നാംസ് എക്കണോമിക് growth is linked to its integration with the global supply chains and focus on exports. For a long time, Vietnam's low labor cost and stable exchange rates have attracted global manufacturers. Vietnam has the most productive service sector in the Indo-Pacific region. വിയറ്റ്നാമിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്ത് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എളുപ്പമാണ്. വിയറ്റ്നാം ഹാസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ഇൻ ദ വേൾഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. നമുക്കറിയാം ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ പല കൺട്രീസ്, ഇപ്പോൾ തായ്വാന്, പിന്നെ നമുക്ക് വിയറ്റ്നാം, കൊറിയൻ കൺട്രീസ്, ജപ്പാന്, അപ്പോൾ ഇത്തരം കൺട്രീസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇപ്പം റീസെൻ്റ്ലി എക്കണോമിക്കലി ബൂമാണ്, അല്ലെങ്കിൽ ചൈന +1 സ്ട്രാറ്റജി ചൈന അല്ലാണ്ട് മറ്റൊരു കൺട്രീസിനെ സപ്ലൈ ചെയിൻ ഡിപ്പെൻഡൻസിക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് വിയറ്റ്നാം പോലെയുള്ള പല കൺട്രീസും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വൺ. അത് നമുക്ക് റൈറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ വിയറ്റ്നാം ഈസ് ലെഡ് ബൈ എ മൾട്ടി പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം. സ്പെസിഫിക്കലി അറിയണമെന്ന് നിർബന്ധമില്ല, അത് അവിടെ നമുക്ക് നിർത്താം. Vietnam's economic growth is linked to its integration with the supply chains and focus on exports. നമുക്ക് ചൈന +1 സ്ട്രാറ്റജി അല്ലെങ്കിൽ കോവിഡിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2010 തൊട്ടിട്ട് വിയറ്റ്നാമിൻ്റെ എക്കണോമി ബൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഫാക്ച്വൽ നോളജ് അറിഞ്ഞില്ലേ കൂടിയും ഒരു കോവിഡിൻ്റെ ടൈമിന് ശേഷമോ അല്ലെങ്കിൽ ഒരു റീസെൻ്റ്ലി ഒരു 10 ഇയറൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേറ്റ് ആയിട്ട് വരികയാണ്. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് നടക്കുന്നുണ്ട് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഒരു ലോജിക്കലി നമുക്ക് റൈറ്റ് ആയിട്ട് എടുക്കാം, അതിനൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. പിന്നെ ഫോർ എ ലോങ് ടൈം വിയറ്റ്നാംസ് ലോ ലേബർ കോസ്റ്റ് ആൻഡ് സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ്സ് ഹാവ് അട്രാക്റ്റഡ് ഗ്ലോബൽ മാനുഫാക്ചറേഴ്സ്. ഒരു മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുന്ന ഒരു കൺട്രിയാണ് വിയറ്റ്നാം. ഇത് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല, എന്നാലും നമുക്ക് നോക്കാം. വിയറ്റ്നാം ഹാസ് എ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഇ സർവീസ് സെക്ടർ ഇൻ ദ ഇൻഡോ പസഫിക് റീജിയൻ. ഇൻഡോ പസഫിക് റീജിയനിലെ ഈ സർവീസ് സെക്ടറിൽ, ഇലക്ട്രോണിക് സർവീസ് സെക്ടറിൽ ഇൻഡോ പസഫിക് റീജിയനിലെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എന്നാണ് പറഞ്ഞത്. ഇൻഡോ പസഫിക് റീജിയനിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് സെക്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ IT സെക്ടറിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് ജപ്പാനുണ്ട്, ഇന്ത്യ ഒരു സർവീസ് സെക്ടറാണ്. കൂടുതലും വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ടറാണ് കൂടുതലും ഹാർഡ്വെയർ പ്രൊഡക്ഷൻ്റെ കേസിൽ. സർവീസ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യ, ജപ്പാൻ പോലുള്ള കൺട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇപ്പോൾ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചൈനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോസ്റ്റ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 എന്നുള്ളതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് നമുക്കറിയാം വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി, വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് 1, 3, 4, 1, 2 ഈ ഒരു 2 ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലൊരു 50-50 ചാൻസ് എടുത്താലും നമുക്ക് ആൻസറിലേക്ക് എത്താം. പിന്നെ വിയറ്റ്നാം ഈസ് ലെഡ് ബൈ മൾട്ടി പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്, വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവിടെ ഒരു സിംഗിൾ പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ ആൻസർ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ജനറലായിട്ട് പറഞ്ഞു പോയേക്കുന്നതാണ് നമുക്ക് ആൻസറായിട്ട് വന്നേക്കുന്നത്. വിയറ്റ്നാം ഹാസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമീസ് ഇൻ ദ വേൾഡ് ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്. പിന്നെയുള്ള വിയറ്റ്നാം എക്കണോമിക് ഗ്രോത്ത് അത് സപ്ലൈ ചെയിനിലും എക്സ്പോർട്ടിലും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ്. പിന്നെ ലോ ലേബർ കോസ്റ്റ് ആണ്, അത് ഈസ്റ്റ് ഏഷ്യൻ പല കൺട്രീസിൻ്റെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ലോ ലേബർ കോസ്റ്റ് എന്നുള്ള കൺട്രീസ്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റൈലിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ നമ്മൾ ബംഗ്ലാദേശിനെയൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 3, 4 ആണ് നമ്മുടെ ആൻസർ. നമുക്കൊരു ഒരു സ്ട്രോങ് കൺട്രി വൈസ് നോളജിൻ്റെ ആവശ്യം വരുന്നില്ല. പലപ്പോഴും UPSC ഒന്നെങ്കിലും ഒരു കൺട്രി അല്ലെങ്കിൽ റീസെൻ്റ്ലി ന്യൂസിലുള്ള കൺട്രീൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. നമുക്കിപ്പം സൊമാലിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പ്ലൂറലിസവും പിന്നെ എക്കണോമിക് സ്ട്രക്ചറിനെയും റിലേറ്റ് ചെയ്തൊരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്.